അപ്പം ശരിക്കും പുരുഷന്മാരാണോ സ്ത്രീകളാണോ സുരക്ഷിതയില്ലാത്തവർ? പുരുഷന്മാരും സുരക്ഷിതരല്ലാത്ത പറയാൻ പറ്റില്ല. അതെ, ഏത് തരത്തിലാണോ വ്യക്തിമാവപ്പെടുന്നത് അവിടെയാണ് പ്രശ്നം ഉണ്ടാവുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പുരുഷന്മാർ മാത്രം നല്ലതാണെന്ന് പറയുമ്പോൾ സ്ത്രീകൾ മാത്രം നല്ലതാണെന്ന് പറയാനും പറ്റില്ല. ചില കേസസ് ഉണ്ട്, സ്ത്രീകൾ പ്രതികളായി വരുന്ന കേസസ് ഉണ്ട്. നമ്മള് കൂടത്തായി കേസുണ്ട്, അങ്ങനെ അല്ലെങ്കിൽ കുറെ അതുപോലെ റെഫറൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ അങ്ങനെയുള്ള കേസുകളുണ്ട്. അപ്പം അതിലും ഈ പറയുന്ന സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ ഈ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാണെന്നുള്ളത് ഉണ്ട്. അതിനകത്ത് ഇപ്പൊ ഇവരാണോ നല്ലത് അവരാണോ നല്ലത് ആരാണ് സേഫ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. രണ്ടുപേരും ആരും സേഫ് അല്ലാത്ത പറയും. ശരിക്കും സിസ്റ്റത്തിന്റെ ഒരു ചായ്വ് ചിലപ്പോൾ പല വിക്ടിമൈസ് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ വിക്ടിമിന്റെ ഹൈഡ് ശരിക്കും അങ്ങനെ ഒരു സിസ്റ്റം ഉള്ളതാണ്. പക്ഷെ ഇത് രണ്ടു വശത്തും ഉണ്ടാവേണ്ടതല്ലേ? ഒരു ആണായാലും പെണ്ണായാലും ഒരേപോലെ തന്നെ അത് കൺസിഡർ ചെയ്യപ്പെടേണ്ടതല്ലേ? ഒരാണിനൊരു നിയമം പെണ്ണിനൊരു നിയമം അങ്ങനെയല്ലല്ലോ. അപ്പൊ പറയുന്ന പോലെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ആദ്യം ഉണ്ടായപ്പോ എതിരെ നിൽക്കുന്ന ആളുടെ മാനസികാവസ്ഥ എന്താണെന്നോ അല്ല അയാളുടെ പേര് അയാളുടെ കുടുംബം എന്തായിത്തീരുമെന്നോ അറിയത്തില്ല. പിന്നീടാണ് ഈ തെറ്റൊന്നുമില്ല എന്നറിയില്ല. പക്ഷെ അത്രയും നാളും അനുഭവിച്ചിരുന്ന അയാളുടെ ഫ്രസ്ട്രേഷൻ, അയാളുടെ മാനസിക വിഷമം, അയാളുടെ കുടുംബം ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ അതൊന്നും ആൾക്കാർ അറിയുന്നില്ല. അപ്പം ശരി, അതേ പെർസ്പെക്റ്റീവ് സ്ത്രീക്ക് ഉണ്ടായിക്കൂടെ? അവരനുഭവിക്കുന്ന കാര്യങ്ങളും ഈ പറയുന്നത് ഒരു സ്ത്രീയാണ് അതിനകത്ത് വ്യക്തി എന്നുണ്ടെങ്കിൽ അവർക്കും അതൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അവരുടെ കൂടെ നമ്മൾ നിയമം നിൽക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. നിയമം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ ഐഡന്റിറ്റി എക്സ്പോസ് ആവുന്നില്ലല്ലോ. ഒരു ആണിന്റെ ഐഡന്റിറ്റി എക്സ്പോസ് ആവുന്നു, ഒരു പെൺകുട്ടിയുടെ ഐഡന്റിറ്റി അവിടെ എക്സ്പോസ് ആവുന്നില്ല. അല്ല, ജസ്റ്റ് ഞാൻ പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രിവിലേജ് ആക്ച്വലി സ്ത്രീകൾക്ക് വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഐഡന്റിറ്റി പ്രശ്നത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ എല്ലാ കേസസിലും ഐഡന്റിറ്റി റിവീൽ ചെയ്യരുത് എന്നുള്ളതൊക്കെ അബ്യൂസീവ് ആയിട്ടുള്ള കേസസിൽ മാത്രമേ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റ് കേസുകളിൽ സ്ത്രീകളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതിരിക്കുന്നില്ല. സെക്ഷൽ അബ്യൂസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കേസസ് വരുമ്പോഴാണ് ഐഡന്റിറ്റി റിവീൽ ചെയ്യരുത് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ അങ്ങനൊരു വിക്ടിം ഉണ്ടാവുമ്പോൾ അവരുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നതാണ് നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.